കേരളം വിറങ്ങലിച്ച് നിൽക്കുകയാണ്. ഒരു നാടിനെ, ഒരു ജനതയെ ഒന്നാകെ പിഴുതെറിഞ്ഞ മഹാദുരന്തത്തിനു മുന്നിൽ. മരണസംഖ്യ എത്രയെന്ന് പോലും പറയാനാകാത്ത വിധം ഉരുൾ വയനാടിനെ നാമാവശേഷമാക്കിയിരിക്കുന്നു. അയ്യോ, ആരെങ്കിലും ഒന്ന് ഓടി വേടി. ഇവിടെ ഞങ്ങളെ വീട് പോയി ഞങ്ങളിവിടെ ഉണ്ട്. നൗഷീനെ രക്ഷിക്കാൻ പറ്റുന്നില്ല. ഉബൈദൊക്കെ ചളിന്റെ ഉള്ളിലാണ്. ടൗണിൽ തന്നെയാണ്. ആരെങ്കിലും ഒന്ന് ഓടി വരി, അവർക്ക് ജീവനുണ്ടോന്ന് പോലും അറിയില്ല. ഒന്ന് ഓടി വരി, ആരെങ്കിലും ഒന്ന് ഓടി വരി. ഹലോ റഷീദ, ഞങ്ങൾക്ക് ചൂരമെന്ന് വരാൻ യാതൊരു മാർഗമില്ല. ഭൂമി കൊണ്ട് തരിച്ചുകൊണ്ട് കുലുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര മൂളക്കാണുള്ളത് ഈ ഭാഗത്തൊക്കെ. എന്ത് ചെയ്യണം എന്നറിയാം. ഞങ്ങൾക്ക് രക്ഷപ്പെടുത്താനോ വന്നു നോക്കാനൊന്നും കഴിയാത്തൊരു അവസ്ഥയിലുള്ളത്. മുണ്ടക്കയിൽ ഒരുപാട് ആൾക്കാർ മണ്ണിന്റെ അടിയിലും അവിടെ ഇവിടെയൊക്കെ ജീവന് വേണ്ടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആൾക്കാർ വായുന്നുണ്ട്. ആർക്കെങ്കിലും ഒക്കെ വണ്ടിയെടുത്ത് കുറെ ആൾക്കാരെ മേപ്പാടി ഭാഗത്ത് നിന്ന് കൂട്ടിയിട്ട് വരാൻ പറ്റുമെങ്കിൽ ആരെങ്കിലും. മനുഷ്യർ ഇങ്ങനെ ഇല്ലാതാകുന്ന ദുരന്തം അത് കേരളത്തിന് താങ്ങാനാകുന്നില്ല. ഒന്ന് പെട്ടെന്ന് വരി ആരെങ്കിലും. നൗഷിക്കൊന്നും ശ്വാസം കിട്ടുന്നില്ല. മണ്ണിന്റെ ഉള്ളിലെ ചളിയ വായിലൊക്കെ. എങ്ങനെയെങ്കിലും ഒന്ന് വന്ന് അവരെ പെട്ടെന്ന് രക്ഷപ്പെടുത്താൻ പറ്റുമായിരുന്നു. ആരും വന്നിട്ടില്ലല്ലോ ഇതുവരെ. കരയാൻ പോലും ആകാത്ത വിധമുള്ള മരവിപ്പ്. എങ്ങും മരണത്തിന്റെ ഗന്ധം. ചൂരമ്പല അങ്ങാടിയിലെ അവസ്ഥയാണ് ഇപ്പൊ. റോഡ് JCB വെച്ചിട്ട് മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ദിവസങ്ങളായി കനത്ത മഴയാണ്. പെട്ടെന്നാണ് ആ മഴയെല്ലാം കൂടി മണ്ണിനടിയിൽ ഉരുണ്ടുകൂടിയത്. മുണ്ടക്കയിൽ ആദ്യം നമ്മളെ മുണ്ടക്കായ് ഇപ്പൊ പൊട്ടിയിട്ടുള്ള അവസ്ഥ ഇതാണിതാ. അരിക്കാക്കന്റെ പെര ഇതൊക്കെ നിൽക്കുന്ന ഏരിയ പച്ചക്കാട് പോയ മരുന്നതാ. ചൂരുമല കാണണമൊക്കെ ഇവിടുന്ന്. ഇത് പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലമായിരുന്നു അല്ലേ? ഈ വീട്ടിലുള്ള എന്താ സ്ഥിതി? പിന്നെ ചൂരൽമല ഒന്നിനു പിറകെ ഒന്നായി 3 തവണ. രണ്ടിടങ്ങളിലായുണ്ടായ ദുരന്തത്തിന്റെ ആഴം പോലും വ്യക്തമല്ല. ഉറക്കത്തിനിടെ കേട്ട ഉഗ്രശബ്ദത്തിന് ഭൂമി പിളർന്നൊഴുകുന്നതിന്റെ തീവ്രതയുണ്ടാകുമെന്ന് ആ നാട്ടിലെ ജനങ്ങൾ കരുതിയില്ല. വളരെ ഭീകരത. 2 മണിക്കൂറിന് ശേഷം രണ്ടാമത്തെ ഉരുൾപൊട്ടി മുണ്ടക്കയിൽ. കുഞ്ഞാങ്കാട് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, പുഞ്ചിരി മട്ടം. ആ പുഞ്ചിരി മട്ടത്തിന് ഇങ്ങോട്ട് ഓരോ വീടുകളും എണ്ണിക്കഴിഞ്ഞാൽ ഒരുപാട് വീടുകളും അതിൽ താമസിക്കുന്ന ആളുകളെ ഒന്നും ഒരു അഡ്രസ്സും ഇല്ല. കംപ്ലീറ്റ് ഒരുപാട് ആളുകളെ ഒരു തലക്കുന്ന കണക്കെടുത്ത് ഒരുപാട് ആളുകളെ കാണാതായിട്ടുണ്ട്. ഞാനിപ്പോ നിന്ന് പറയുമ്പോൾ ഒരു സുബ്രഹ്മണ്യന്റെ വീട്ടിൽ സുബ്രഹ്മണ്യന്റെ അമ്മ, ഭാര്യ, മക്കളുണ്ട്. അതിന് തൊട്ടിപ്പുറത്ത് ആലക്കൽ ഗഫൂറിന്റെ വീട്, അവന്റെ ഭാര്യ, 3 മക്കള്, അവന്റെ ഉപ്പ, അവന്റെ ഉമ്മ, അവരുണ്ട്. അങ്ങനെ ഓരോ വീട്ടിലും നമ്മൾ അവിടെ മനസ്സോടെടുക്കാൻ കണക്കൂട്ടി കഴിഞ്ഞാൽ ഒരുപാട് ആളുകളുണ്ട്. ഈ പരിക്കേറ്റ ആളുകൾ ചില വീട്ടിലുള്ളിൽ നിന്ന് ഇവിടുത്തെ നാട്ടിലത്തെ ആൾക്കാർ പുറത്തെടുക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ എത്തിക്കാനോ ഒരു തുള്ളി മരുന്ന് കൊടുക്കാനോ ഒരു മാർഗമല്ല ഇവിടെ. അവിടുന്ന് ഇങ്ങോട്ട് വരാൻ വഴി കംപ്ലീറ്റ് ബ്ലോക്കാണ്. ഞങ്ങൾ ഈ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു 10 മീറ്റർ താഴോട്ടോ മേലോട്ടോ മാറാൻ ഞങ്ങൾക്ക് മാർഗമില്ല. ഭയങ്കര ഒരുപാട് ബുദ്ധിമുട്ട് ഇങ്ങോട്ട് എത്താൻ. 3 മണി മുതൽ നമ്മൾ വീടിന് പുറത്തുതന്നെയായിരുന്നു. അന്നേരം മുതൽ ഇന്നേരം വരെ മഴ നനഞ്ഞ് കുട്ടികളെ നോക്കിയിട്ട് അങ്ങനെ ഒക്കെ. അയ്യോ, ആരെങ്കിലും ഒന്ന് ഓടി വേടി. ഇവിടെ ഞങ്ങളെ വീട് പോയി ഞങ്ങളിവിടെ ഉണ്ട്. നൗഷീനെ രക്ഷിക്കാൻ പറ്റുന്നില്ല. ഉബൈദൊക്കെ ചളിന്റെ ഉള്ളിലാണ്. ടൗണിൽ തന്നെയാണ്. ആരെങ്കിലും ഒന്ന് ഓടി വരി, അവർക്ക് ജീവനുണ്ടോന്ന് പോലും അറിയില്ല. ഒന്ന് ഓടി വരി, ആരെങ്കിലും ഒന്ന് ഓടി വരി. 2 കിലോമീറ്റർ താഴെ ചൂരൽമലയിലും ഉരുൾപൊട്ടി. മണ്ണും കല്ലും വെള്ളവും കുതിച്ചെത്തി.
തോടുപോലെ ഒഴുകിയ ചൂരൽപ്പുഴയായിരുന്നില്ല കണ്ടത്. ഗതിമാറി പുഴയൊഴുകി മനുഷ്യനെയും കല്ലിനെയും സകല ചരാചരങ്ങളെയും വലിച്ചിഴച്ചു. മുണ്ടക്കൈയിലേക്ക് രക്ഷാപ്രവർത്തകർക്കുള്ള പാലം പോലും തകർത്തു. നമ്മൾ ഈ ചൂരൽമലയിലെ പ്രധാന റോഡിലൂടെയാണ് നമ്മൾ ഈ ചെളിയിൽ മുങ്ങി ആണ് പോകുന്നത്. റോഡടക്കം ചെളി മൂടിയ അവസ്ഥയാണുള്ളത്. ഇത് ആണ് മുണ്ടക്കൈയിലേക്ക് ചൂരൽമലയിൽ നിന്ന് പോകുന്ന റോഡ്. അതിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. ഈ പാലം പൊളിഞ്ഞ സ്ഥലത്തേക്കാണ് നമ്മൾ എത്തുന്നത്. പുഴ അതിഭീകരമായി ഒഴുകുന്നത് ഇപ്പോൾ എനിക്ക് കൺമുന്നിൽ കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഇന്നലെ ഞങ്ങൾ പോകുന്ന വഴിയാണ്. ഞാൻ പറഞ്ഞതുപോലെ 3 മണിക്കാണ് ആ മുണ്ടക്കൈ ഭാഗത്ത് പുഞ്ചിരിമട്ടത്ത് നിന്ന് ഒരു ഡെഫ് എടുത്ത് നമ്മൾ പോരുന്നത്. അവിടെ റേഞ്ചില്ലായിരുന്നു. അവിടുന്ന് ഡെഫ് എടുത്ത് ചൂരൽമലയിലെ ചായക്കടയിലിരുന്നാണ് ആ വാർത്ത നമ്മൾ അയക്കുന്നത്. ആ ചൂരൽമലയാണ് ഇപ്പോൾ ചെളിയിൽ മുങ്ങിയിരിക്കുന്നത്. ഇതാ പാലം പൊളിഞ്ഞ ദൃശ്യങ്ങൾ. ഞാനിപ്പോൾ ചെളിയിൽ അങ്ങോട്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഞാനിപ്പോൾ ചളിയിൽ താണുപോയ അവസ്ഥയാണുള്ളത്. പുഴ ഒഴുകുന്നത് എന്ന ദൃശ്യങ്ങൾ കാണും. ഇവിടെയാണ് പാലം തകർന്നിരിക്കുന്നത്. നോക്കൂ, വളരെ ചെറിയ ഒരു അരുവി പോലെ ഒഴുകിയിരുന്ന പുഴയാണ് ഇത്തരത്തിൽ ഒഴുകുന്നത്. ഇത് മുണ്ടക്കൈയിൽ നിന്ന് ഒഴുകി വരുന്ന പുഴയാണ്. ഈ ചൂരൽമല ടൗൺ ഇവിടെ വെച്ച് റോഡ് പോയിരിക്കുന്നു. ഇവിടെ ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഈ ടെമ്പററി പാലം എന്നൊക്കെ പറയുന്നത് ഇവിടെ അത്ര എളുപ്പത്തിൽ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത്രയും ഗുരുതരമായ സാഹചര്യം. നോക്കൂ, പുഴ ഏതാണ്ട് 4 ഇരട്ടി വീതി, 4 ഇരട്ടി അല്ല, പുഴ ഏതാണ്ട് വലിയൊരു നദി പോലെ ഒഴുകുകയാണ്. ഇനി ഇവിടെ നിൽക്കേണ്ട, പോകണം എന്നാണ്. നമ്മളിവിടെ നിന്ന് മാറുകയാണ്. ചൂരൽമലയിൽ ആദ്യം കണ്ട കാഴ്ചകളായിരുന്നില്ല പിന്നെ കാണാനിരുന്നത്. പുഴയോരത്ത് മലയിലെ മടിത്തട്ടിലുണ്ടായിരുന്ന സ്കൂൾ കോൺക്രീറ്റ് തൂണുകൾ മാത്രം അവശേഷിപ്പിച്ചൊഴുകി. അതിനു മുന്നിലും പിന്നിലും വീടുകളുണ്ടായിരുന്നു. അവിടെ ഇന്ന് പുഴയാണ്. അവിടെ പഠിപ്പിച്ച് 28 വർഷം പഠിപ്പിച്ചിരുന്ന ആ സ്കൂളാണ് ഇപ്പൊ. എല്ലാരെയും വിളിച്ചിരുന്നു, പലരും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. സാറ് പഠിപ്പിച്ച കുട്ടികളെ കുറെ പേര് പോയിട്ടുണ്ട്. കുറെ പേര് മണ്ണിന്റെ അടിയിലായി പോയിട്ടുണ്ട്. കിട്ടിയിട്ടില്ല, കുറെ പേര് കിട്ടിയിട്ടില്ല. മുണ്ടക്കൈ, ചൂരൽമല ഈ 2 മേഖലകൾ കേന്ദ്രീകരിച്ചാണ് നിലവിൽ രക്ഷാദൗത്യം പുരോഗമിക്കുന്നത്. ഇതിൽ സ്ഥിതി ഏറ്റവും ഭയാനകം മുണ്ടക്കൈ മേഖലയിലാണ്. ചൂരൽമലയിൽ നിലവിൽ രക്ഷാദൗത്യം പുരോഗമിക്കുന്നുവെങ്കിൽ പോലും ഇവിടെ ഉണ്ടായ ദുരന്തത്തിന്റെ ആഴവും അതിതീവ്രമാണ്. മുണ്ടക്കൈ മേഖലയിലാകട്ടെ എന്താണ് സംഭവിച്ചതെന്നോ എത്രത്തോളം ദുരന്താഴമുണ്ടെന്നോ ഇപ്പോഴും വ്യക്തമല്ലതാനും. മുണ്ടക്കൈയിൽ നിന്ന് ചൂരൽമലയിലേക്ക് ഏതാണ്ട് 2.3 കിലോമീറ്ററാണ് ദൂരമുള്ളത്. ഈ മേഖലയെ കണക്ട് ചെയ്യുന്നത് ഒരു പാലമാണ്. ചൂരൽമലയിൽ നിന്ന് മുണ്ടക്കൈയിലേക്ക് പോകാനുള്ള ഏക ഗതാഗത മാർഗമാണ് ഈ പാലം. ഈ പാലമാണ് ഇപ്പോൾ ഈ കുത്തൊലിച്ചലിലും ഒപ്പം തന്നെ മണ്ണിടിച്ചലിലും തകർന്ന തരിപ്പണമായത്. ഈ പാലം ഇപ്പോൾ നിലവിൽ ഇവിടെ ഇല്ല. ഈ ഗൂഗിൾ മാപ്പിൽ കാണുന്നത് പോലെയല്ല. കുത്തിയൊലിച്ചെത്തിയ മലവെള്ളത്തിൽ ഈ ചൂരൽമല പട്ടണത്തിൽ ആകെ കനത്ത നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ഒപ്പം ഈ ചൂരൽമല പട്ടണത്തോട് ചേർന്നുള്ള ഈ അരുവിയോട് ചേർന്നുള്ള ഇവിടെ സ്ഥിതി ചെയ്യുന്ന സ്കൂളും GVHS സ്കൂളും മലവെള്ളപ്പാച്ചിലിൽ അപ്പാടെ തകർന്നിരിക്കുന്ന സ്ഥിതിയാണുള്ളത്. ചൂരൽമല സ്കൂളാണ് ഈ കിടക്കുന്നത്.
ഇത് മൊത്തം പോയിക്കണതാക്കണേ, ഇതാ മൊത്തം എല്ലാം പോയി. ഇതാ സ്കൂളിൻ്റെ ഇതിൽ കൂടെയൊക്കെയാണ് വെള്ളം വരുന്നത്. ഈ മുണ്ടക്കൈ മേഖലയിൽ നിന്ന് ആദ്യം മലവെള്ളം ഇരച്ചു പോയത് സൂചിപ്പാറ മേഖലയിലേക്കാണ്. ഇതിന് നടുവിലാണ് ചൂരൽമലയുള്ളത്. ഈ സൂചിപ്പാറ മേഖലയിൽ നിന്ന് തുടർന്ന് ഈ മലവെള്ളം ഇരച്ചെത്തിയത് ഈ ചാലിയാർ പുഴയിലേക്കാണ്. ഇവിടെ ചാലിയാർ നേരെ ചെന്ന് പോത്തുകൽ മേഖലയിലാണ്. പോത്തുകൽ മലപ്പുറം ജില്ലയിലെ പ്രദേശമാണ്. അതെ, ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ വ്യാപ്തി കിലോമീറ്ററുകളോളം വ്യാപിച്ചിരുന്നു. ചില മനുഷ്യർ ജീവൻ പിടിച്ച ആ നേരമത്രയും പ്രകൃതിയോട് പൊരുതി നോക്കി. അരുൺ എന്ന യുവാവ് ചെളിയിൽ കുടുങ്ങിക്കിടന്നത് മണിക്കൂറുകളോളമാണ്. ഇവിടെ നൗഷീന് ഞങ്ങളെ വീട് പോയി ഞങ്ങളിവിടെ ഉണ്ട്. നൗഷീനെ രക്ഷിക്കാൻ പറ്റുന്നില്ല. ഉബൈദൊക്കെ ചളിന്റെ ഉള്ളിലാണ്. ടൗണിൽ തന്നെയാണ്. ആരെങ്കിലും ഒന്ന് ഓടി വരി. അവർക്ക് ജീവനുണ്ടോന്ന് പോലും അറിയില്ല. ഒന്ന് ഓടി വരി, ആരെങ്കിലും ഒന്ന് ഓടി വരി. ഒന്ന് പെട്ടെന്ന് വരി ആരെങ്കിലും. നൗഷിക്കൊന്നും ശ്വാസം കിട്ടുന്നില്ല. മണ്ണിന്റെ ഉള്ളിലെ ചളിയാ വായിലൊക്കെ. എങ്ങനെയെങ്കിലും ഒന്ന് വന്ന് അവരെ പെട്ടെന്ന് രക്ഷപ്പെടുത്താൻ പറ്റുമായിരുന്നു. ആരും വന്നിട്ടില്ലല്ലോ ഇതുവരെ. മുന്നിലുള്ളത് കേരളം സമീപകാലത്ത് നേരിട്ട ഏറ്റവും വലിയ ദുരന്തങ്ങളിലൊന്നാണ്. തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി അടിയന്തര യോഗം വിളിച്ചു. നമ്മുടെ നാട് ഇതുവരെ കണ്ടതിൽ അതീവ ദാരുണമായ പ്രകൃതി ദുരന്തങ്ങളിലൊന്നാണ് ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത്. ദുരന്തം തകർത്തെറിഞ്ഞ പ്രദേശങ്ങളിൽ രക്ഷാപ്രവർത്തനം ആകാവുന്ന എല്ലാ രീതിയിലും തുടരുകയാണ്. ആദ്യ ഉരുൾപൊട്ടൽ ഇന്ന് പുലർച്ചെ 2 മണിക്കാണെന്നാണ് പൊതുവെ പറയുന്നത്. തുടർന്ന് 4:10 വീണ്ടും ഉരുൾപൊട്ടലുണ്ടായി. മേപ്പാടിയും മുണ്ടക്കൈയും ചൂരൽമല ഉൾപ്പെടെ പ്രദേശത്തെ പല സ്ഥലങ്ങളും ഇതിൻ്റെ ഭാഗമായി ഒറ്റപ്പെട്ടു പോയി. മണ്ണിനടിയിൽപ്പെട്ടവർ, ഒഴുക്കിൽപ്പെട്ടവർ, അങ്ങനെയുള്ള ആളുകൾ ഇനിയും ഉണ്ടാകാം. അവരെയെല്ലാം കണ്ടെത്താനുള്ള ശ്രമം തുടരുക തന്നെ ചെയ്യും. സഹായവുമായി കേന്ദ്ര സർക്കാർ സംവിധാനങ്ങളും ചൂരൽമലയിലേക്ക് തിരിച്ചു. ഇപ്പോഴത്തെ അവസ്ഥയിൽ
ആർമി, നേവി, എയർഫോഴ്സ്, അതുപോലെ NDR അവരെല്ലാം അലർട്ട് ചെയ്തിരിക്കുകയാണ്. അവർ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സൗത്ത് ഇന്ത്യയിലെ എല്ലാ സ്റ്റേഷനുകൾക്കും ആവശ്യമായിട്ടുള്ള അലർട്ട് കൊടുത്തു കഴിഞ്ഞു. സൈന്യവും രക്ഷാ സംവിധാനങ്ങളും ഒരു മനസ്സും ശരീരവുമായി രക്ഷാകരം നീട്ടി. പുഴയെ തോൽപ്പിച്ച് മുന്നോട്ട്. ഓരോരുത്തരെയായി പുഴ കടത്തി. ചിലർക്ക് ദുരന്തമേൽപ്പിച്ച ആഘാതം ബാക്കിയാണ്. മുണ്ടക്കൈ നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. മുണ്ടക്കൈ ഇതുവരെ എത്തിപ്പെടാൻ പറ്റി. ചൂരൽമല പോയി അവിടുന്ന് വീണ്ടും പൊട്ട് ഞങ്ങൾ തിരിച്ചു പോകുന്നു. ഹസ്ബൻഡിന്റെ അനിയനും ഉപ്പി അനിയന്റെ കുട്ടികളൊക്കെ ഉണ്ട്. വൈകിട്ടൊക്കെ വിളിച്ച് ഞങ്ങൾ സംസാരിച്ചതാണ്. മിനിയാന്ന് അവിടെ പോയതുമാണ്. ഞങ്ങൾ ഒരുമിച്ചിരുന്ന് എല്ലാവരും ഒരുമിച്ച് ഭക്ഷണമൊക്കെ കഴിച്ചതാ. ഒരുപാട് എല്ലാം നഷ്ടപ്പെട്ട് എല്ലാവരും പോയി എന്നാ പറയുന്നത്. രക്ഷാപ്രവർത്തനം തുടങ്ങി ആദ്യ മണിക്കൂറിൽ ചൂരൽമല കരുതിയിരുന്നില്ല വരാനിരിക്കുന്നത് ഉണങ്ങാത്ത മുറിവാകുമെന്ന്. ശരിക്കും പേടിപ്പിക്കുന്ന കാര്യങ്ങളാണ്. അനിശ്ചിതത്വങ്ങളിലേക്ക് അരനിമിഷം കൊണ്ട് മനുഷ്യൻ വലിച്ചെറിയപ്പെടുന്നതിൻ്റെ കാര്യങ്ങൾ ഇവിടെ കാണുകയാണ്. കണ്ടത് ഒന്നുമല്ല എന്നേ ഞാൻ പറയുന്നുള്ളൂ. കാരണം കേരളം കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ദുരന്തത്തിലൊന്നിൻ്റെ സാക്ഷിയാവുക എന്നതാണിത്. ഇവിടുത്തെ അവസ്ഥ പറയാൻ കഴിയൂല നമുക്ക്. ഞങ്ങളാകെ ഹെൽപ്പില്ല. ഇന്നും കൂടെ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പോയിട്ടുണ്ടാവും. അങ്ങനെ പേടിച്ചിട്ട് ആരും ഹെൽപ്പും വരുന്നില്ല, ഒന്നും തരുന്നില്ല. ഞങ്ങളവിടെ കുടുങ്ങി കിടക്കുക. വീടിന് മേലെ രാത്രി 1:30 ഞങ്ങൾ എണീറ്റ് ഓടുക. അവിടുന്ന് റിസോർട്ടിലേക്ക് എല്ലാവരോടും കയറാൻ പറഞ്ഞ് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും കോണ്ടാക്ട് ഇങ്ങനെ ഭയങ്കരമായിട്ടുള്ള ശബ്ദം കേൾക്കുക. അങ്ങനെ ഞങ്ങൾ ഓടി. പിന്നെ അവിടെ എല്ലാവരും സ്റ്റേ ചെയ്ത് അപ്പോഴത്തേക്കിനും ഇങ്ങനെ എല്ലാവരും കരച്ചിലും അതൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. പിന്നെ രാവിലെ വരെ ഞങ്ങൾ അവിടെ നിന്ന് ഇപ്പൊ വരും എല്ലാവരും രക്ഷിക്കാൻ വരും എന്ന് വിചാരിച്ചിട്ട് എന്നിട്ട് ആരും വിളിക്കുന്നൊന്നുമില്ല. പിന്നെ വൈകുന്നേരം ആകുമ്പോഴത്തേക്കിനും എല്ലാവരോടും ആർമി വന്നിട്ട് ഇറങ്ങിക്കോളാൻ പറഞ്ഞ്. എൻ്റെ ഉമ്മ എല്ലാവരും പോയി. ഉമ്മക്ക് ഇവിടെയുള്ളത് അവർ കൊലിച്ചു പോയി. കുട്ടിയുണ്ട്. കുട്ടീനെ വാർഡിലേക്ക് മാറ്റി. കുട്ടീൻ്റെ തലക്ക് കുട്ടി ഒലിച്ചു പോയിട്ട് ഒരു സ്ഥലത്ത് തങ്ങി നിന്ന് അങ്ങനെ കുട്ടീനെ ഇപ്പോൾ ഹോസ്പിറ്റലാക്കി നമ്മുടെ വാർഡിലേക്ക് മാറ്റി. ഇതിൻ്റെ ഒരു ഭാഗത്തു നിന്ന് ഇടിച്ച് വന്നിക്കുക വെള്ളം. പകുതി പൊളിഞ്ഞു പോയി. വീടിൻ്റെ അടുത്തുള്ള വീടൊക്കെ പൊളിഞ്ഞു പോയി. വെള്ളമൊക്കെ വന്ന് അടിച്ചപ്പോൾ ജനലിനടിച്ചപ്പോൾ പെട്ടെന്ന് ഉണർന്ന് നോക്കിയപ്പോൾ മൂപ്പര് വെള്ളത്തിൽ ഇങ്ങനെ കഴുത്തോളം ചേറും ചളിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവർ മേലേക്ക് കയറി പുറത്തു കൂടെ വാർപ്പിൻ്റെ മേലെ കൂടെ കയറി സൺസൈഡിൽ കൂടെ ഇറങ്ങിയിട്ട് തൊട്ട വീട്ടിലൊരു മരം ഉണ്ടായിരുന്നു. മരത്തിൽ പിടിച്ചിട്ട് താഴേക്ക് ഇറങ്ങിയപ്പോൾ ചെളിയാണെന്ന് ഒന്നും കാണില്ലെന്ന്. കമ്പി വേലിയെല്ലാം ഇങ്ങനെ വെള്ളത്തിൽ കൂടെ ഇങ്ങനെ നീന്തിയിട്ട് ചെളിയിൽ കൂടെ ടൗണിലെ അടുത്തേക്ക് അവിടെ ഒച്ചിട്ട് കണ്ടിട്ട് ആരും ഇല്ലാന്ന്. വെറും മേപ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിലും സർക്കാർ ആശുപത്രിയിലും മൃതദേഹങ്ങൾ നിരന്നു.
ഉറ്റവരെ ചേർത്ത് പിടിച്ച് കരയാൻ പോലും പറ്റാത്ത മനുഷ്യരുടെ എണ്ണം കൂടിക്കൂടി വന്നു. ഓരോ ഡെഡ് ബോഡീൻ്റെ പേരുകൾ വിളിക്കുമ്പോഴും അവരെ ബന്ധുക്കൾ അലറി വിളിച്ചിട്ടാണ് ഇവിടെ വന്ന് അത് കളക്ട് ചെയ്യാൻ വേണ്ടി വരുന്നത്. ഈ നിമിഷം ഞങ്ങൾക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു നിമിഷമാണ് വയനാട്ടുകാർക്ക്. ഇതെങ്ങനെ തരണം ചെയ്യണമെന്ന് ഇപ്പോഴും ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. അവസ്ഥ വളരെ ഭീകരതയാണ്. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ ദൈവം രക്ഷിക്കട്ടെ. രക്ഷപ്പെട്ടവർക്ക് മരണത്തിൽ നിന്ന് മാത്രമാണ് രക്ഷയുണ്ടായത്. തൊല്ലമ്പൻ്റെ വീടാണ്. വീട്ടിൽ വാലൊക്കെ അടിച്ച് പൊളിച്ചിട്ട് വെള്ളം ചളി ഒന്നായിട്ട് വന്ന് തലക്കടക്കിന് വന്ന് ഇങ്ങനെ വാലൊക്കെ മണ്ണും വന്ന് അങ്ങനെ ഭയങ്കര വെള്ളത്തിന് അടിയിലായിപ്പോയി ഞാൻ. അപ്പോൾ ഈ കുറച്ച് കഴിഞ്ഞപ്പോൾ വെള്ളം കുറച്ച് വരച്ചു. അവിടെ അല്ലേ എവിടെ വരാനാ? ആൾക്കാർക്കും വരാൻ പറ്റില്ലല്ലോ. 2 ഭാഗത്തും വെള്ളമല്ലേ, ആരും കിടക്കാൻ പറ്റില്ല. അത്രയും വീതിയല്ലേ. ഈ ഭാഗത്തും വെള്ളം, ആ ഭാഗത്തും വെള്ളം. വെള്ളം അടിച്ച് തൂപ്പാനായി വീട്ടിൻ്റെ അകത്തേക്ക് കയറി കമ്പികളും മുട്ടികളും അതും ഇതും. പെണ്ണുങ്ങൾ പിന്നെ ചടി കുടുങ്ങി. കിടപ്പാടവും ജീവിതമാർഗവും എല്ലാം ഉരുളെടുത്തിരുന്നു. മുണ്ടക്കയിൽ മണ്ണിനടിയിൽ മനുഷ്യരുണ്ട്. അവരുടെ വേദന കാതിൽ നോവായി എത്തി. എന്നിട്ടും കൈയെത്തിപ്പിടിക്കാനാവുന്ന ദുരിതത്തിലായിരുന്നില്ല അവിടുത്തെ മനുഷ്യർ. മുണ്ടക്കയിലേക്ക് എത്താനാകാതെ രക്ഷാ സംവിധാനങ്ങൾ വൈകി. ഹാരിസൺ സെന്റിനൽ റോക്ക് എസ്റ്റേറ്റിന്റെ പക്കലുണ്ടായിരുന്ന കണക്കിൽ ഏകദേശ ചിത്രം തെളിയുകയായിരുന്നു. മുണ്ടക്കയിൽ മാത്രം 6 ലയങ്ങളാണ് ഉരുളെടുത്തത്. അതിലുണ്ടായിരുന്നത് 65 കുടുംബങ്ങളും. വൈദ്യുതി ബന്ധം നിലച്ചു. ഭക്ഷണവും വെള്ളവും എല്ലാം ഉരുളെടുത്തു. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് അന്നവും കുടിവെള്ളവും അടക്കം വേണം. അന്ന് പ്രളയകാലത്ത് ദുരന്തമുഖങ്ങളിൽ കൈചേർത്ത് പിടിച്ച കേരളം ഒന്നിക്കണം. അവർക്കായി കരുതി വയ്ക്കാം. മാതൃഭൂമിക്കൊപ്പം കൈകോർക്കൂ. 2018 പ്രളയമുണ്ടായപ്പോൾ കേരളമൊട്ടാകെ ഒറ്റക്കെട്ടായി ദുരന്തബാധിതരെ സഹായിക്കാൻ തയ്യാറായി. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും സഹായഹസ്തം ആ ഘട്ടത്തിൽ നീണ്ടതും ഓർക്കുകയാണ്. അതുപോലെ തന്നെ വയനാട്ടിൽ ഇപ്പോൾ ഉണ്ടായ ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്നവരെ എല്ലാവിധത്തിലും സഹായിക്കാൻ നാം ഒരുമിച്ചിറങ്ങേണ്ട സാഹചര്യമാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ നൽകി അവരെ സഹായിക്കാൻ പങ്കാളികളാകണമെന്ന് എല്ലാവരോടും ഈ ഘട്ടത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. ഉയരുപോയ ഉറ്റവരുടെ കണക്ക് ഇനി വരാനിരിക്കുന്നതേയുള്ളൂ. പ്രിയപ്പെട്ടവരെ ആശ്വസിപ്പിക്കാൻ, ചേർത്ത് നിർത്താൻ ഈ നാടുണ്ടാകണം.